കൂട്ടുകാരെ, സുഗമോ ദേവിയിൽ മാറ്റത്തിന്റെ അലയടികളാട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഭാർഗവിക്ക് മുമ്പിൽ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ മാപ്പൊക്കെ പറയുന്നുണ്ട്. ആ ഒരു നഷ്ടത്തിന് പരിഹാരമായിട്ട് ഞാനൊരു തുക അവർക്ക് കൊടുക്കാമെന്ന് പറ, എന്നോട് ക്ഷമിക്കുന്നവരോട് പറ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ഭാർഗവി പറയുന്നുണ്ട്, കുഞ്ഞെ എന്തൊക്കെ ഈ പറയുന്നത്, ആ കുഞ്ഞ് മരിച്ചതിന് നഷ്ടപരിഹാരമോ എന്നിങ്ങനെ ഭാർഗവി ഇങ്ങനെ പ്രഭാവതിയുടെ അടുത്ത് ചൂടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രഭാവതിയുടെ വിചാരം എന്തും പൈസ കൊടുത്ത് എന്താ പറയുക മായ്ച്ചു കളയാൻ പറ്റും എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ അന്നത്തോടെ പ്രഭാവതിയുടെ ആ ഒരു ധാരണ തെറ്റി എന്ന് തന്നെ പറയാം. അപ്പുറത്ത് നമ്മുടെ മുരളി നമ്മുടെ ഭാർഗവി വീട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, കുടുംബശ്രീക്ക് എവിടെ വേണമെങ്കിലും പോക്കോ, പക്ഷേ ആ ചന്ദ്രോത്ത് പരിസരത്തെ പോലും ഇനി പോയി പോകരുതെന്ന് നമ്മുടെ മുരളി തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലാണെങ്കിൽ ഒരു കല്യാണ ആലോചന തന്നെ ഇങ്ങനെ നടക്കുവാട്ടെ. കല്യാണ മേളം നടക്കാൻ പോവുകയാണ്. വേറെ ഒന്നുള്ളത് നമ്മുടെ നന്ദൻ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രചന ചേച്ചി ഗിരീഷേട്ടനും തമ്മിൽ ഇഷ്ടമാണല്ലോ അച്ഛാ, അവരുടെ ഒരു വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം, അവർ ഒരുമിച്ച് ജീവിക്കട്ടെ അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ ശരിയാണ്, അങ്ങനെ തന്നെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥൻ മൂളിയും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ അറിയുന്നുണ്ടാവും. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, നിങ്ങളിവിടെ എന്തൊക്കെ ആലോചിച്ചിട്ടും കാര്യമില്ല, ഞാനത് നടത്തൂല എന്നൊക്കെ പറഞ്ഞ് ഒരു വെല്ലുവിളി നമ്മുടെ പ്രഭാവതി നടത്തുന്നുണ്ട്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ഗിരീഷിൻ്റെയും രചനയുടെയും കല്യാണമാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ആ കല്യാണം നമ്മുടെ പ്രഭാവതി എങ്ങനെയായിരിക്കും മുടക്കാൻ പോകുന്നത്? കണ്ടു തന്നെ അറിയണം കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.